രാഹുലിന്റെ താണ്ഡവമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ടത്. ഇവിടെ ഒരക്ഷരം മിണ്ടാനാവാതെ മോദി ഒറ്റയ്ക്കൊരു കസേരയിൽ ഇരിക്കുമ്പോൾ BJPയിലെ കേന്ദ്രമന്ത്രിമാരടക്കം സകലരും രാഹുലിനെതിരെ ശബ്ദമുയർത്തിയെങ്കിലും രക്ഷയുണ്ടായില്ല. രാഹുലിനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഒന്ന് അടക്കിയിരുത്താനായില്ല. ഇവിടെ കഴിഞ്ഞ 4 തവണയായി മോദി അമേരിക്കയിലേക്ക് പോകാൻ ട്രംപിന്റെ ക്ഷണം കാത്തിരിക്കുകയാണ്. പക്ഷേ ട്രംപിന്റെ അധികാരമേൽക്കൽ ചടങ്ങിലേക്ക് പോലും മോദിയെ ട്രംപ് ക്ഷണിച്ചില്ല. അതിനായി വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ വരെ അയച്ചിട്ടാണ് ഒടുക്കം ഒരു ക്ഷണക്കത്ത് ഒപ്പിച്ചെടുത്തത്. മോദിയെ മുന്നിലിരുത്തിക്കൊണ്ടാണ് രാഹുൽ ഇക്കാര്യം തുറന്നെടുത്തത്. ഇന്ത്യയുടെ നില മെച്ചപ്പെട്ടിരുന്നെങ്കിൽ US പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിക്കുമായിരുന്നു. 3-4 തവണ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ അയക്കേണ്ടി വരുമായിരുന്നില്ലെന്നും രാഹുൽ പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തിനെ വില്ലുകുലച്ച് ചാടി എണീക്കുകയാണ് ഉണ്ടായത്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. എന്റെ മുഖത്തേക്ക് നോക്കണം മോദി, ഞാൻ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് തുറന്നെടുത്തുകൊണ്ട് മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ചും രാഹുൽ വാചാലനാവുകയാണുണ്ടായത്. ഈ പദ്ധതി പൊളിഞ്ഞു പാളീസായില്ലേ, എന്നിട്ട് ഈ രാജ്യം എന്ത് നേടി എന്ന ചോദ്യത്തിനു മുന്നിലും മോദിക്ക് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കൊണ്ടും നിന്നില്ല. ഒറ്റ ബിൽഡിംഗിൽ നിന്ന് 7000 വോട്ടർമാര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വന്നു എന്ന പ്രസക്തമായ ചോദ്യം കൂടി ചോദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്താൻ രാഹുലിനായി. ഇവിടെ 70 ലക്ഷം അധികം വോട്ടുകളുടെ കണക്കും രാഹുൽ നിരത്തുമ്പോൾ മോദിക്ക് ഒരക്ഷരം മിണ്ടാനാവുന്നില്ല. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നല്ല ആശയമാണെന്നും എന്നാൽ അത് പരാജയപ്പെട്ടെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചൈനീസ് കടന്നുകയറ്റത്തിന് കാരണം മേക്ക് ഇൻ ഇന്ത്യയുടെ പരാജയമാണ്. ചൈന ഇന്ത്യയുടെ 4000 കിലോമീറ്റർ ഭൂമി കടന്നുകയറിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച പ്രധാനമന്ത്രിയെ സേന തള്ളിയെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന ഒന്നുമില്ലെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയുന്നുണ്ട്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം കാര്യങ്ങളും മുൻപ് പറഞ്ഞവയാണ്. സാങ്കേതിക രംഗത്ത് വിപ്ലവം എന്നത് അവകാശവാദം മാത്രമാണെന്നും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഉൽപാദനം കുറഞ്ഞെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.